see how to apply three-moment equations to problems with a fixed end. So as in this figure, it's a typical continuous beam with the end A fixed. So this beam is having many spans, and each span is subjected to different loads, and the flexural rigidity of each span is different, and this end A is fixed. So for this type of problems, how to apply three-moment equation. So here in this problem, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ത്രീ മൊമെന്റ് ഇക്വേഷൻ ആസ് സച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ് an imaginary span a0 a of length L0. നമ്മുടെ ഫിക്സ്ഡ് എൻഡ് എന്ന് പറയുന്നത് A ആണ്. അപ്പം നമ്മൾ അവിടെ ഒരു ഇമാജിനറി സ്പാൻ എങ്ങോട്ടേക്ക്, ഫിക്സ്ഡ് എൻഡിൽ തുടങ്ങി ടു ദ അതർ ഡയറക്ഷൻ. ഇനിയിപ്പോൾ ഫിക്സ്ഡ് എൻഡ് ഇവിടെയാണെങ്കിലും പ്രൊസീജിയർ സെയിം തന്നെയാണ്. അപ്പോൾ സോ നോട്ട് ദിസ് വെരി കെയർഫുള്ളി. നമ്മുടെ ഫിക്സ്ഡ് എൻഡ് എവിടെയാണോ അവിടെ നിന്ന് ഒരു ഇമാജിനറി സ്പാൻ A0 A നമ്മൾ ആഡ് ചെയ്യാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L0. അങ്ങനെ ഇമാജിനറി ആയതുകൊണ്ടാണ് നമ്മൾ 0 എന്നുള്ള രീതിയിൽ നമ്മൾ നൊട്ടേഷൻസ് കൊടുക്കുന്നത്. ആൻഡ് with infinite flexural rigidity EI is equal to infinity. EI is equal to infinity എന്ന് കൊടുക്കുമ്പോൾ ഗുണം എന്താണ്, 1/EI എന്ന് പറയുന്നത് 0 ആയി മാറും. ഓക്കെ, അപ്പോൾ ആ ടേമും എല്ലാ ടേംസും 0 ആയി മാറാൻ വേണ്ടിയാണ് നമ്മൾ A0 A എന്ന് പറയുന്ന ഒരു സ്പാൻ, ഇമാജിനറി സ്പാൻ അസ്യൂം ചെയ്തു. അതിൻ്റെ ലെങ്ത് L0 ആണ്. അതിൻ്റെ ഫ്ലെക്സുറൽ റിജിഡിറ്റി EI is equal to infinity. So being the same level as A ന്റെ സെയിം ലെവലിൽ തന്നെയാണ് നമ്മുടെ സ്പാൻ A0 A ഉള്ളത്. സിൻസ് EI is infinitely large, slope of the beam A0 A at A is 0. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/EI എന്ന് പറയുന്ന ടേം വരുന്നത് കാരണം A0 A യിലുള്ള സ്ലോപ്പ് 0 ആണ്. ആൻഡ് ഇഫ് ദ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ടു ദ സ്പാൻസ് A0 A ആൻഡ് AB, അപ്പോൾ നമ്മുടെ ഈ മൂന്ന് കൺസിക്യൂട്ടീവ് സപ്പോർട്ട്സ് കൺസിഡർ ചെയ്ത് അതിന് നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ ഇതായിരിക്കും. M0 എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് A0 ആണ്. M0 ഇൻറ്റു L0 ബൈ ഇൻഫിനിറ്റി. ഇതിലെല്ലാ ടേംസിനും E ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. E സെയിം ആയതുകൊണ്ട് തന്നെ E ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ M0 L0 by infinity plus 2MA into L0 by infinity plus L1 by I1 plus MB into L1 by I1 is equal to minus 6A0 A0. അല്ലേ, നമ്മുടെ ഈ ഒരു സ്പാൻ A0 A എന്ന് പറയുന്ന സ്പാനിനുള്ള ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A0, അതുപോലെ സ്മോൾ A0 എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. ഇതൊക്കെ ഇല്ലാത്ത ടേംസ് ആണ്. ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി L1 മൈനസ് 6A1 A1 ബൈ I1 L1 പ്ലസ് 6E H0 ഡിവൈഡ് ബൈ L0 or 6E H0 ബൈ L0 പ്ലസ് 6E HB by L1. സോ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ആസ് പെർ ദ നൊട്ടേഷൻ നമ്മൾ എന്തൊക്കെയാണ് നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ടേംസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്കറിയാം A എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. ഇൻ ദ ആക്ച്വൽ പ്രോബ്ലം A എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ MA എന്ന് പറയുന്നത് 0 ആവില്ല. പിന്നെ അതുപോലെ ബാക്കിയുള്ള ഇമാജിനറി ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സ്ഡ് എൻഡഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. So here noting that L0 is 0 and any quantity when divided by infinity is also 0, the three moment equation reduces to. അല്ലെങ്കിൽ നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ ഈ ഒരു രീതിയിൽ നമ്മൾ
പഠിച്ചു വെച്ചാലും മതി ഫോർ ഫിക്സഡ് എൻഡഡ് ബീംസ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നമ്മുടെ ഫിക്സ്ഡ് എൻഡ് ഏത് സൈഡിൽ വേണമെങ്കിലും വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഇക്വേഷൻ മാറ്റാൻ പറ്റണം. ഓക്കെ, സോ ലെറ്റ്സ് സീ വൺ പ്രോബ്ലം. Analyze the continuous beam shown in figure by using three-moment equation and draw the bending moment diagram. Okay, ഇതിൽ once again to take okay, question നമുക്ക് ഒന്നുകൂടെ നോക്കാം. Fixed end എന്ന് പറയുന്ന A ആണ് fixed end. There are other two supports on the beam B and C. So the span AB is having a UDL 20 kilonewton per meter and flexural rigidity moment of inertia 2y, and the span BC is having a load at the mid span 40 kilonewton. So the moment of inertia value is I. So to take care of the fixed end at A, an imaginary beam A naught of span L naught and flexural rigidity EI naught is equal to infinity is considered as shown in the figure. അപ്പോൾ നമ്മൾ L naught എന്ന് പറയുന്ന ഇമാജിനറി ബീം കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. സോ L naught ജസ്റ്റ് ഡോട്ടഡ് ലൈൻസ് കൊണ്ട് L naught വരച്ചാൽ മതി. പിന്നെ 20 kilonewton per meter ആക്ട് ചെയ്യുന്ന നമ്മുടെ സ്പാൻ എ ബി ആൻഡ് സ്പാൻ ബി സി, മിഡ് സ്പാനിൽ 40 kilonewton ലോഡ് ആക്ട് ചെയ്യുന്ന സ്പാൻ ബി സി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡ്രോ ദ ഫ്രീ മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഫോർ ദ സ്പാൻ എ ബി, സ്പാൻ എ നോട്ട് എനെ പറ്റി നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമേ ഇല്ല, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് മാത്രം. സോ ഫോർ ദ സ്പാൻ എ ബി, the free moment diagram will be a parabola with the maximum ordinate at the midspan, and the ordinate is WL square by 8. W എന്ന് പറയുന്നത് 20 ആണ്, L എന്ന് പറയുന്നത് 6 ആണ്. സോ 20 into 6 square by 8, that is 90. അതാണ് അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. നമുക്കറിയാം സിമെട്രിക് ആയതുകൊണ്ട് തന്നെ മിഡ് സ്പാനിലായിരിക്കും സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം എ. ഫ്രം ബി ആയാലും അതുപോലെയാണ്. നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ ബി എന്നുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, അതുപോലെ അടുത്ത സ്പാൻ ബി സി നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കുലർ ആണ്. ആൻഡ് ദ മാക്സിമം ഓർഡിനേറ്റ് അണ്ടർ ദ ലോഡ് ഇസ് WL by 4 because the load is acting at the midspan. So W is 40 and L is 4. So 40 into 4 by 4, 40 ആണ് നമ്മുടെ മാക്സിമം ഓർഡിനേറ്റ്. ഓൾസോ മിഡ് സ്പാനിലായതുകൊണ്ട് തന്നെ സിമെട്രിക് ഏരിയ ആയതുകൊണ്ട് തന്നെ മിഡ് സ്പാനിലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് വരുന്നുണ്ടാവുക. അപ്പം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഫോർ ദ പാരാബോള ഇറ്റ് ഇസ് 2/3 into L into maximum ordinate, and for the triangle it is half BH, half into 4 into 40. Here 2/3 into 6 into 90. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നോക്കാം. Now applying the three moment equation to span A naught A and AB, we get m naught into L naught by infinity plus 2ma into L naught by infinity plus നമ്മുടെ അടുത്ത സ്പാനിൻ്റെ അടുത്ത സ്പാൻ, അതായത് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് A naught A plus A naught A and AB എന്ന് പറയുന്ന സ്പാൻസ് ആണ്. സോ എ ബിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ എ ബിൻ്റെ moment of inertia plus mb into ab ന്റെ ലെങ്ത് ഡിവൈഡ് ബൈ ab ന്റെ moment of inertia is equal to വേറെ ഒരു ടേം ഉണ്ടാവില്ല, കാരണം ഇവിടെ ആദ്യത്തെ സ്പാൻ എ നോട്ട് എക്ക് നമ്മൾ ഫ്രീ മൊമെന്റ് ഡയഗ്രോ അതിൻ്റെ ഏരിയ ഒന്നുമില്ല. സോ ആദ്യത്തെ ടേം ഉണ്ടാവില്ല. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -6 ഇൻറ്റു ഏരിയ ഓഫ് ദ പാരാബോള ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ബി അല്ലേ. നമ്മുടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ബി ആണ് ഡിവൈഡ് ബൈ 2i ഇൻറ്റു എൽ ലെങ്ത് ഓഫ് എ ബി പ്ലസ് മൈനസ് നമ്മുടെ ബാക്കിയുള്ള ടേംസ് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഇവിടെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുക? If we substitute all the required values, നമ്മുടെ എം നോട്ട് ബൈ എൽ നോട്ട് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടേം ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. 2ma ഇൻറ്റു ഈ ഒരു ടേമും 0 ആണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എം എ ഇസ് നോട്ട് 0, എം ബി ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. എം എ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് എയിലുള്ള മൊമെൻ്റ് ആണ്, സോ ഇറ്റ് കനോട്ട് ബി 0. എം ബി എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്, സോ മൊമെൻറ്റ് കനോട്ട് ബി 0. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ വിത്ത് 2 unknowns എം എ ആൻഡ് എം ബി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 2ma പ്ലസ് എം ബി ഈസ് ഈക്വൽ ടു -180 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അടുത്തത് നമ്മൾ നമ്മുടെ സ്പാൻ, നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫോർ ദ നെക്സ്റ്റ് 3 സപ്പോർട്ട്സ് എ ബി ആൻഡ് സി. സ്പാൻ എ ബി ആൻഡ് ബി സി, അതിനാണ് നമ്മൾ ഇനി 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ഓൾ ദ റിക്വയർഡ് തിങ്സ്. സോ ദ ഇക്വേഷൻ വിൽ ബി എം എ ഇൻറ്റു L1 ബൈ I1. L1 6 ആണ്, I1 അല്ലെങ്കിൽ എം എ ബി, സോറി എ ബി എന്ന് പറയുന്ന സ്പാൻ 6 ആണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ 2i ആണ്, പ്ലസ് 2mb ഇൻറ്റു L1 ബൈ I1 പ്ലസ് L2 ബൈ I2. സോ എ ബിൻ്റെ സ്പാൻ ഡിവൈഡ് ബൈ എ ബിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ബി സിൻ്റെ സ്പാൻ ഡിവൈഡ് ബൈ ബി സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എം സി ഇൻറ്റു ബി സിൻ്റെ സ്പാൻ ഡിവൈഡ് ബൈ ബി സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ is equal to minus 6 into area of the ആദ്യത്തെ free moment diagram. For the area of free moment diagram of span AB into centroidal distance of area A1 from A. ഇവിടെ ഈ കേസിൽ രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, സിമെട്രിക് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട്, മിഡ് സ്പാനിൽ സെൻട്രോയിഡ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നാത്തത്. പക്ഷേ അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. നമ്മുടെ സപ്പോർട്ട് ഏത് സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, അത് ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫൈനലി okay, minus 6 times area of the area of free moment diagram of span BC into the centroidal distance of area of free moment diagram of span BC from C. Support C എന്നുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അഗെയിൻ you can see here that the support C is an end support. C end support ആണ്, A fixed end ആണ്, B intermediate support ആണ്. So A യിലും B യിലും moment 0 ആവില്ല, but the moment at support C is 0. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ equation, once again we are getting an equation with the 2 unknowns MB and MA and MB. അപ്പോൾ നമുക്ക് now we have 2 equations, 2 unknowns. Solve using your calculator and get the values of MA and MB. And നമുക്ക് ഇനി MA കിട്ടി, MB കിട്ടി, MC is equal to 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കേണ്ടത്? ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആദ്യം വരക്കുക, അതിൻ്റെ മേലെ നമ്മൾ ക്ലബ് ചെയ്യുക നമുക്ക് ഇപ്പോൾ കിട്ടിയ മൊമെന്റ് വാല്യൂസ്, എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. പോസിറ്റീവ് ആണ് ഫ്രീ മൊമെന്റ് ഡയഗ്രാം, നമുക്കിപ്പോൾ കിട്ടിയ മൊമെന്റ് വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിനനുസരിച്ച് നോക്കി വരക്കുക. ആൻഡ് ഷെയ്ഡ് ദ എഫക്റ്റീവ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ പ്രോബ്ലം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഫിക്സഡ് സപ്പോർട്ട് വരുന്ന ഒരു പ്രോബ്ലം.
So analyze the continuous beam ABC shown in figure if the support B sinks by 10 mm. Support B sinks by 10 mm. Given E value and I value. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബീം എ ബി സി. സപ്പോർട്ട് എ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദാറ്റ് the beam is not loaded at all. No loads are acting on the beam. അപ്പോഴും മൊമെന്റ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ ഫിക്സഡ് എൻഡ് ബീം വരുന്ന സമയത്ത് ഇമാജിനറി സ്പാൻ ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എ നോട്ട് എ ഇസ് എ ഇമാജിനറി സ്പാൻ വിത്ത് ലെങ്ത് എൽ നോട്ട്. അതിൻ്റെ ഇ ഐ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഇവിടെ എച്ച് ബി ഈസ് ഈക്വൽ ടു -10 mm ബിക്കോസ് ദ സപ്പോർട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫ്രീ മൊമെന്റ് ഇക്വേഷൻ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫോർ ദ സ്പാൻ എ നോട്ട് എ ആൻഡ് എ ബിക്കാണ്. അപ്പം നമ്മൾ മിഡ് സപ്പോർട്ട് എ ആണ്. അപ്പം മിഡ് സപ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പം സപ്പോർട്ട് ബി ഇസ് സിങ്കിങ് ബൈ 10 mm. അതുകൊണ്ട് തന്നെ എച്ച് ബി ഇസ് ഈക്വൽ ടു -10 mm is equal to -0.01 meter. ഇത്രയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഈ പ്രോബ്ലത്തിന് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരക്കണ്ട. ബിക്കോസ് നോ ലോഡ്സ് ആർ ആക്ടിങ് ഓൺ ദ ബീം. സോ A1 സ്മോൾ A1 A2 സ്മോൾ A2 അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ 0 ആണ്. Because no load is acting on the beam, we have no free moments. Appo, let's apply the 3 moment equation for the span A naught A and AB. So this is our 3 moment equation for the span A naught A and AB. M naught into L naught by infinity plus 2ma into length of A naught A divided by moment of inertia of A naught A plus length of AB divided by moment of inertia of AB plus MB into moment of inertia of AB, length of AB divided by moment of inertia of AB is equal to എന്തൊക്കെയാണ് ഈ 0 0 0 കാണുന്നത്? ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഫോർ A നോട്ട് A ഒന്നുമില്ല. സോ 0. ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഓഫ് AB ഒന്നുമില്ല. അഗെയിൻ 0 പ്ലസ് ഇവിടെ എന്താണ് ഒരു 0? നമ്മുടെ എച്ച് എ ഒന്നുമില്ല അല്ലേ? സോറി, എച്ച് എ നോട്ട്, അതായത് സപ്പോർട്ട് സിങ്കിങ് ഇമാജിനറി സ്പാൻ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് സിങ്കിങ്ങും അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല. പ്ലസ് നമ്മുടെ 6 ഇൻറ്റു ഇ ഇൻറ്റു എച്ച് ബി ഡിവൈഡ് ബൈ സ്പാൻ ഓഫ് എ ബി. അപ്പം നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ 3 മൊമെന്റ് ഇക്വേഷൻ എഴുതുക. അത് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ വിത്ത് 2 അൺനോൺസ് എം എ ആൻഡ് എം ബി. ഇനി നമുക്ക് അടുത്ത 3 മൊമെന്റ് ഇക്വേഷൻ എഴുതണം. അത് ഫോർ ദ സ്പാൻ എ ബി സി ആണ്. അതായത് ഇതാണ് നമ്മുടെ ബീം. അപ്പം എ സപ്പോർട്ട് ബി സപ്പോർട്ട് സി, ഈ 3 കൺസിക്യൂട്ടീവ് സപ്പോർട്ട്സിനാണ് അടുത്തതായിട്ട് നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ മിഡ് സപ്പോർട്ട് ഇസ് സപ്പോർട്ട് ബി ആൻഡ് വി നോ ദാറ്റ് സപ്പോർട്ട് ബി ഇസ് ബിലോ ദ സപ്പോർട്ട്സ് എ ആൻഡ് സി ബൈ 10 mm. എനെയും സിനെയും കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സപ്പോർട്ട് ബി എന്ന് പറയുന്നത് 10 mm താഴെയാണ്. ഇൻ അതർ വേർഡ്സ്, വെൻ കമ്പയർഡ് വിത്ത് ദ സപ്പോർട്ട് ബി, ദ സപ്പോർട്ട്സ് എ ആൻഡ് സി ആർ എബവ് 10 mm. അതുകൊണ്ട് തന്നെ എച്ച് എ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 10 mm ആൻഡ് എച്ച് സി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 10 mm അല്ലേ? എയും സിയും ബീനെ കമ്പയർ ചെയ്യുമ്പം എബവ് ആണ് ബൈ 10 mm. അതുകൊണ്ട് നമ്മുടെ എച്ച് എ ഇസ് ഈക്വൽ ടു 0.01
meter and hc is equal to 0.01 meter. രണ്ടും പോസിറ്റീവ് ആണ് കാരണം എബോ ആയതുകൊണ്ട് when compared with the mid support. So ഇതാണ് നമ്മുടെ 3 moment equation for the spans AB and BC. Since B sinks by 10 mm, support A and C are 10 mm above the positions of mid support. So HA equal to HC is equal to 0.01 meter. So just 3 moment equation എഴുതുക. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 0 എന്താണ്? നമ്മുടെ സ്പാൻ എ ബിൻ്റെ ഫ്രീ മൊമെൻറ്റ് 0 ആയതുകൊണ്ട് എ ഒന്നുമില്ല, ഏരിയ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതുപോലെ സ്പാൻ ബി സിൻ്റെയും ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഇല്ലാത്തത് കൊണ്ട്, ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏരിയ ഇല്ല, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഇല്ല. അങ്ങനെയാണ് ഈ രണ്ട് സീറോസ് ഇവിടെ വന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് അഗെയിൻ ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അഗെയിൻ വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ വിത്ത് 2 unknowns MA and MB. നമുക്കറിയാമല്ലേ ഇവിടെ നമ്മുടെ സി ആണ് എൻഡ് സപ്പോർട്ട്. സോ എം സി ഈസ് ഈക്വൽ ടു 0 വരും. സോ എം സിൻ്റെ ടേം ഇല്ലാണ്ടാവും. സോ അഗെയിൻ എം എ എം ബി വരുന്ന രണ്ട് അൺനോൺസ് വരുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ 2 equations, 2 unknowns. Solve using your calculator and get the values of MA and MB. അപ്പോൾ എം എ കാൽക്കുലേറ്റ് ചെയ്യുക, എം ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പം ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചിട്ടില്ല. പക്ഷേ വി നോ ദാറ്റ് എൻഡ് മൊമെൻറ്റ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്ട്ലി യൂസിങ് ദീസ് വാല്യൂസ് ഓഫ് എം എ എം ബി ആൻഡ് എം സി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ 3 വാല്യൂസ് കൊണ്ട് തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.